മലയാള സിനിമയിൽ ഓൺ സ്ക്രീനിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരുപാട് ആക്ടർ കോമ്പിനേഷനുകളുണ്ട്. ഇപ്പം മമ്മൂട്ടി, സീമ, മോഹൻലാൽ ശോഭന, മോഹൻലാൽ ജഗതി, മോഹൻലാൽ ശ്രീനിവാസൻ, മോഹൻലാൽ മുകേഷ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് അഭിനേതാക്കളുടെ കോമ്പിനേഷൻ ഓൺ സ്ക്രീനിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളത് വല്ലാതെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി അങ്ങനെയുള്ളതിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ, എന്നാൽ അത് അത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യപ്പെടാതെ പോയ ഒരു കോമ്പിനേഷനുമാണ് മമ്മൂട്ടി മുരളി. ഇപ്പം മമ്മൂട്ടി തന്നെ ഇവരുടെ ഒരു കോമ്പിനേഷനെ പറ്റി ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്, ഞങ്ങൾ തമ്മിലുള്ള ക്യാരക്ടേഴ്സിന് ഒരു ഇമോഷണൽ ലോക്ക് ഉണ്ടാവും, അത് ഏത് തരം സിനിമയാണെങ്കിലും. അതിനുശേഷമാണ് അങ്ങനെ ഇവരെ ശ്രദ്ധിച്ചു നോക്കിയത്, ഇവർ ഒരുമിച്ച് വന്ന സിനിമകൾ എടുത്തു നോക്കിയത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ എല്ലാവരും പറയുന്നൊരു സിനിമ അമരമാണ്. ഇപ്പോൾ ലോഹിതദാസിന്റെ സ്ക്രിപ്റ്റിൽ വളരെയധികം പവർഫുൾ ആയ 2 ക്യാരക്ടേഴ്സ്, വളരെയധികം ഇമോഷണൽ ലോക്ക് ഫീൽ ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സ്. അതുപോലെ കിങ് ആണെങ്കിൽ കിങ്ങിൽ നായകനും വില്ലനുമാണ് 2 പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതുപോലെ കനൽക്കാറ്റാണെങ്കിൽ ഇവർ 2 സുഹൃത്തുക്കളായിട്ടാണ്, പക്ഷെ വല്ലാതൊരു ആത്മബന്ധമുള്ള സുഹൃത്തുക്കൾ. അതുപോലെ അർത്ഥം വീണ്ടും നായകനും വില്ലനുമായിട്ട്, ആയിരനാവളാനന്ദൻ സഹോദരങ്ങളായിട്ട്, ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് എടുത്തു പറയാൻ. ഇപ്പം അർത്ഥം അതിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കളിക്കളം അതിലെടുത്ത് പറയേണ്ട ഒരു വളരെ വ്യത്യസ്തമായ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ. അതോടൊപ്പം തന്നെ മുരളിയുടെ ഒരു പോലീസ് ഓഫീസർ. ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്നും ഏറ്റവും ഗംഭീരമായി ഇവർ പെർഫോം ചെയ്തെന്ന് തോന്നിയത് കനൽക്കാറ്റാണ്. കനൽക്കാറ്റ് അക്കാലത്ത് തിയേറ്ററിൽ വലിയ വിജയമൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇപ്പം കാണുമ്പോഴും ഇവർ തമ്മിലുള്ള, അതായത് നത്ത് നാരായണനും രാമുവും, ഈ 2 ക്യാരക്ടേഴ്സാണ്. അവരതിൽ വല്ലാതെ ആത്മബന്ധം ഫീൽ ചെയ്യുന്ന സുഹൃത്തുക്കളാണ്. പെട്ടെന്ന് പിണങ്ങുകയും പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യും. ഇപ്പം മമ്മൂട്ടി മുരളി നമുക്കറിയാം ഏതാണ്ടൊക്കെ ഒരേപോലെയുള്ള ആക്ടേഴ്സാണ്. വളരെ പൗരുഷ സ്വഭാവമുള്ള, ശബ്ദഗാംഭീര്യമുള്ള 2 അഭിനേതാക്കളാണ്. അപ്പോൾ ഇവർ ഒരുമിച്ച് വരുമ്പോൾ വല്ലാത്തൊരു കെമിസ്ട്രി അങ്ങനെ ഫീൽ ചെയ്യാറ്. അത് പ്രത്യേകിച്ച് കനൽക്കാറ്റിൽ ഇവർ വളരെ നിസ്സാര കാര്യത്തിന് പിണങ്ങുന്നു, അതുപോലെ ഇണങ്ങുന്നു. അത് വളരെ മനോഹരമായിട്ട് ഇവർ 2 പേരും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ ചില സീനുകളൊക്കെ എടുത്ത് നോക്കിയാൽ മമ്മൂട്ടി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് മീനൊക്കെ വാങ്ങിയിട്ട് മുരളിയുടെ വീട്ടിൽ വരുന്നതും അവിടെ നിന്ന് സംസാരിച്ചവരങ്ങ് തെറ്റുവാണ്. വളരെ സന്തോഷത്തിൽ തുടങ്ങി വളരെ ഇങ്ങനെ പോയാൽ അങ്ങ് തെറ്റി. അതൊക്കെ അത്ര ഗംഭീരമായിട്ട് മമ്മൂട്ടി മുരളിയും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ഇണക്കവും പിണക്കത്തിനപ്പുറത്തേക്ക് മമ്മൂട്ടിയും മുരളിയും ഉള്ള ഒരു സൗഹൃദത്തിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു സിഗ്നൽ പോലെ നമുക്കത് തോന്നും. അപ്പം അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് കനൽക്കാറ്റ് ഇവരുടെ കോംബോയിൽ. അപ്പം ഒരുപക്ഷെ മലയാളികൾ അത്രത്തോളം നോട്ട് ചെയ്തിട്ടുള്ളൊരു കോമ്പിനേഷൻ അല്ല ഇത്. കാരണം അങ്ങനെ ഒരു സെലിബ്രേഷൻ മമ്മൂട്ടിയുടെയും മുരളിയുടെയും കോമ്പിനേഷൻ ഓൺ സ്ക്രീനിൽ വന്നിട്ടില്ല. പക്ഷേ മലയാളത്തിലെ ഏറ്റവും മികച്ച ആക്ടർ കോമ്പിനേഷനുകൾ ഒന്നാണ് മമ്മൂട്ടിയും മുരളിയും. അതിൽ പേഴ്സണലി ഏറ്റവും ഇഷ്ടം തോന്നിയതാണ് കനൽക്കാറ്റിലെ രാമുവും നാരായണനുമായിട്ടുള്ള കോമ്പിനേഷൻ.